പെൺകുട്ടി പെട്ടെന്ന് ഈ ആൺകുട്ടിയെ താഴേക്ക് തള്ളിയിട്ടു. പക്ഷെ അതുവഴി കടന്നുപോയ ഒരാൾ എല്ലാം കണ്ടു. ആൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നറിയാതെ അവൾ പെട്ടെന്നോടി. കാട്ടിലൊളിച്ചു സ്വയരക്ഷയ്ക്കായി ഒരു ഗ്രാസ് കഷ്ണം കയ്യിലെടുത്തു. അതിനിടയിൽ അവൾ അറിയാതെ ഒരു പാമ്പിനെ സ്പർശിച്ചു. തൽക്ഷണം അവളെ മറ്റൊരു ലോകത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തു. അവൾ വളരെ ഭയന്നുപോയി. അവൾ പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി. നേരെ ഒരു ഹൈവേയിലേക്കാണ് പോകുന്നതെന്ന് അവൾ മനസ്സിലാക്കിയില്ല. ആൺകുട്ടി തന്റെ സൂപ്പർ പവർ കൊണ്ട് അവളുടെ മനസ്സിനെ നിയന്ത്രിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഗ്ലാസ് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. കയ്യിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. ഒരു കാർ അവൾ ഇടിക്കാൻ വന്നു. അവസാന നിമിഷം അവൾ ചാടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവളുടെ കാലിന് പരിക്കേറ്റു. അവൾ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ആൺകുട്ടി അവൾ പുറത്തു കണ്ടു. അവൾ വളരെ ഭയന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അമ്മ അവിടെ കത്തിയുമായി നിൽക്കുന്നത് കണ്ടു. ആൺകുട്ടി തന്നെ നിയന്ത്രിക്കുന്നതായി അവൾക്ക് തോന്നി. പെൺകുട്ടി കുളിമുറിയിലേക്ക് ഓടി വാതിൽ പൂട്ടി. എല്ലാം ശാന്തമായപ്പോൾ അവൾ പതുക്കെ പുറത്തേക്ക് പോയി. പക്ഷെ അവളുടെ അമ്മയെ കാണാനില്ല. അവൾ പടികൾ വഴി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ വാക്കിംഗ് സ്റ്റിക്ക് താഴെ വീണു. നിരാശയോടെ അവൾ ഉറക്കെ അലറി. അതിശയകരമെന്ന് പറയട്ടെ, അവളുടെ കാലുകളിലെ പ്ലാസ്റ്റർ തകർന്നു. അവൾ പുറത്തേക്ക് ഓടിച്ചെന്ന് സഹോദരിയെ കണ്ടെത്തി. അവർ രണ്ടുപേരും ഒരുമിച്ച് അവനുമായി പൊരുതാൻ തീരുമാനിച്ചു. രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.